Krishna, Krishna Krishna Hare Hare, Hare Rama Hare Rama, Rama Rama Hare Hare, Hare Krishna 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 Hare Hare, Hare Rama 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 Hare Hare, Hare Krishna 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 Hare Hare, Hare Rama 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 Hare Hare, Hare Krishna 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 Hare Hare, Hare Rama 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 Hare Hare, Hare Krishna 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 Hare Hare, Hare Rama 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 Hare Hare, Hare Krishna 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 Hare Hare, Hare Rama 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 Hare Hare, Hare Krishna 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 Hare Hare, Hare Rama 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 Hare Hare, Hare Krishna 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 Hare Hare, Hare Rama 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 Hare Hare, Hare Krishna 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 Hare Hare, Hare Rama 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 Hare Hare, Hare Krishna 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 Hare Hare, Hare Rama 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 Hare Hare, Hare Krishna 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 Hare Hare, Hare Rama 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 Hare Hare, Hare Krishna 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 Hare Hare, Hare Rama Rama Hare Hare, Hare Krishna 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 Hare Hare, Hare Rama Rama Hare
Krishna Krishna Hare 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 Rama 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 Hare 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 Krishna 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 Hare 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 Rama 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 Hare 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 Krishna 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 Hare 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 Rama 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 Hare Hare. ഹരേ കൃഷ്ണ. താങ്ക് യു. കലിയുഗത്തിലെ അവശ്യം ജപിക്കേണ്ട മന്ത്രം ഇതി ഷോഡശ നാംന കലിസന്ധാരണോപനിഷത്തില് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. എന്തൊക്കെ മന്ത്രങ്ങൾ ജപിച്ചു കഴിഞ്ഞാലും കലിയുഗത്തിലെ ഒറ്റമൂലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹരിസന്ധാരണോപനിഷത്തിലെ ഹരേ കൃഷ്ണ മഹാമന്ത്രമാണ്. അത് തീർച്ചയായിട്ടും ജപിച്ചിരിക്കണം. മറ്റുള്ള മന്ത്രങ്ങൾക്ക് ബലം നൽകണമെന്നുണ്ടെങ്കിൽ, ആ മന്ത്രങ്ങൾ സഫലീകരിക്കണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനൊപ്പം ഹരേ കൃഷ്ണ മഹാമന്ത്രവും ജപിച്ചു കഴിഞ്ഞെങ്കിൽ മാത്രമേ പറ്റുകയുള്ളൂ. കാർത്തിക മാസത്തിന്റെ സന്ദേശവുമായിട്ട് ഹരേ കൃഷ്ണ സ്മിത മാതാജി വരുന്നു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഈ കാർത്തിക മാസത്തില് നമുക്കറിയാം ദാമോദര ലീല നടന്ന മാസമാണ് കാർത്തിക മാസം അല്ലെങ്കിൽ ദാമോദര മാസം എന്ന് നമ്മൾ പറയുന്നത്. ഈ കാർത്തിക മാസത്തില് വേറെയും ഒരുപാട് ഫെസ്റ്റിവൽസ് ഉണ്ടായിട്ടുണ്ട്. അതിൽ ഒന്നാണ് ബഹുലാഷ്ടമി. 2 ദിവസം മുമ്പ് നമ്മൾ നമ്മുടെ പ്രോഗ്രാമില് നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ബഹുലാഷ്ടമി എന്ന് പറയുന്നത് രാധാ റീഅപ്പിയറൻസ് ഡേ ആണ്. രണ്ടാമത് എന്താ പറയാ, ചൈതന്യ മഹാപ്രഭു വന്നിട്ട് വീണ്ടും കണ്ടുപിടിച്ചത്, രാധാ കൊണ്ട് കണ്ടുപിടിച്ച ദിവസമാണ് ബഹുലാഷ്ടമി എന്ന് പറഞ്ഞ് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നത്. നമ്മുടെ സ്ക്രിപ്റ്റേഴ്സിൽ പറഞ്ഞിരിക്കുന്നത് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ മെറ്റീരിയൽ വേൾഡിലെ ഏറ്റവും എക്സോൾട്ടഡ് ആയിട്ടുള്ള, ഏറ്റവും ടോപ്പ് മോസ്റ്റ് ആയിട്ടുള്ള സ്ഥലം എന്ന് പറയുന്നത് രാധാകുണ്ടാണെങ്കിൽ അവിടെ നമ്മള് രാധാകുണ്ടില് രാധാകുണ്ടിന്റെ വെള്ളം എടുത്ത് നമ്മള് ദേഹത്ത് തെളിക്കുകയോ അവിടെ കുളിക്കുകയോ ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഭഗവാന്റെ പ്രീതി കിട്ടാൻ വളരെ എളുപ്പമാണെന്ന് പറയുന്നത്. അപ്പൊ ഞാൻ ഇപ്പൊ ആദ്യം പറഞ്ഞ ഫെസ്റ്റിവൽ ഉത്സവം എന്ന് പറയുന്നത് ബഹുലാഷ്ടമി. അത് രാധാകുണ്ടിന്റെ റീഅപ്പിയറൻസ് ഡേ ആണ്. ഇനി രണ്ടാമത് വരുന്നതാണ് ദീപാവലി. ദീപാവലിയുടെ പ്രത്യേകത ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാമനും സീതയും ലക്ഷ്മണനും ഒക്കെ അയോധ്യയിലേക്ക് തിരിച്ചു വരുന്ന ദിവസമാണ്. അതുപോലെ തന്നെ ദാമോദർ ലീല നടന്നതും ആ ദിവസം തന്നെയാണ്. അപ്പൊ ഈ ദീപാവലി അല്ലെങ്കിൽ ദീപദാനം എന്നതുകൊണ്ട് എന്താണ് അത് സിംബലൈസ് ചെയ്യുന്നത്? അതായത് നമ്മൾക്ക് ജ്ഞാനത്തിന്റെ ദീപം തെളിയിക്കുകയും നമ്മളുടെ ഇഗ്നോറൻസിന്റെ ഡാർക്ക്നെസ് ഒഴിവാക്കുകയും ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ശരിക്കും ദീപാവലി ആഘോഷിക്കുന്നത്. ഇനി അതുപോലെ മൂന്നാമത്തെ ഫെസ്റ്റിവൽ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നത് ഗോവർദ്ധൻ പൂജ. നമുക്കറിയാം ഭഗവാൻ ഗോവർദ്ധൻ പൊക്കി. ഇപ്പൊ മണ്ഡലാൽ പ്രഭു ഓൾറെഡി സംസാരിച്ചതേ ഉള്ളത് ഗോവർദ്ധനെ കുറിച്ച്. അപ്പൊ ആ സമയത്ത് എന്താ ചെയ്തത്? ഭഗവാൻ ഗോവർദ്ധനായിട്ട് ആ ഫോം അക്സെപ്റ്റ് ചെയ്തിട്ട് എല്ലാ വൃന്ദാവൻ വാസികൾ എന്തൊക്കെ ഓഫർ ചെയ്തോ അതെല്ലാം ഭഗവാൻ കഴിക്കുന്നു. ആ ഓഫറിംഗ് എല്ലാം കഴിക്കുന്നു. ഇനി വേറൊരു ഫെസ്റ്റിവൽ ഉള്ളത് എന്ന് പറയുന്നത് തുളസി ശാലിഗ്രാം വിവാഹം ആണ്. ഈ വൃന്ദാദേവി എപ്പോഴും ഈ ഭഗവാൻ രാധയും കൃഷ്ണനും തമ്മിലുള്ള ലീലകളുടെ കാര്യങ്ങളൊക്കെ മേൽനോട്ടം വഹിച്ചിട്ടുണ്ടായിരുന്നത് വൃന്ദാദേവിയാണ്. അപ്പൊ വൃന്ദാദേവിയുടെ സേവനത്തില് അതീവ തൃപ്തനായിട്ട് വിഷ്ണു ശാലിഗ്രാമിന്റെ രൂപത്തിൽ പ്രത്യക്ഷപ്പെടുകയും വൃന്ദാദേവിയെ വിവാഹം ചെയ്യുകയും ചെയ്യുന്നു. അപ്പൊ ഈ വൃന്ദാദേവിയുടെ എക്സ്പാൻഷൻ ആണ്, മെറ്റീരിയൽ വേൾഡിലുള്ള എക്സ്പാൻഷൻ ആണ് തുളസി ദേവി എന്ന് പറയുന്നത്.
ഇനി ഇസ്കോണിലെ ഡിവോട്ടീസിനെ സംബന്ധിച്ചാണെന്നുണ്ടെങ്കിൽ പ്രഭുപാദിന്റെ ഡിസപ്പിയറൻസ് ഡേ വരുന്നുണ്ട്. ഇപ്പൊ ബാക്കിയുള്ളവർ വിചാരിക്കുന്നുണ്ടാവും ഓക്കെ ഇസ്കോണുകാർക്ക് ഇമ്പോർട്ടന്റ് ആയിരിക്കും, ഞങ്ങൾക്ക് എന്ത് കണക്ഷൻ എന്ന് വിചാരിക്കുന്നുണ്ടാവും. കണക്ഷൻ ഉണ്ട്. കാരണം നമ്മൾ ഇന്ന് കൂടിയിരിക്കുന്ന ഈ ദാമോദർ മാസത്തിന്റെ സെലിബ്രേഷൻ, ദാമോദർ ലീല സംസാരിക്കുകയും കാർത്തിക മാസത്തിന്റെ ദീപം തെളിയിക്കുകയും ദാമോദർ മാസം ആഘോഷിക്കുകയും ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? നമ്മൾക്ക് എല്ലാവർക്കും പ്രഭുപാദുമായിട്ട് കണക്ഷൻ ഉള്ളത് കൊണ്ടാണ്. കാരണം പ്രഭുപാദാണ് ഇത് റീഇൻട്രൊഡ്യൂസ് ചെയ്തത് ഈ കാർത്തിക മാസം ആഘോഷിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഞാന് 5 ഫെസ്റ്റിവൽസ് പറഞ്ഞു കാർത്തിക മാസത്തിൽ നമ്മൾ ആഘോഷിക്കുന്നത്. 1 ബഹുലാഷ്ടമി, 2 ദീപാവലി, 3 ഗോവർദ്ധൻ പൂജ, 4 തുളസി ശാലിഗ്രാം വിവാഹം, 5 ജഗദ്ഗുരു ശില പ്രഭുപാദിന്റെ ഡിസപ്പിയറൻസ് ഡേ. സോ ഈ കാർത്തിക മാസം എന്ന് പറയുന്നത് ഫുൾ ഫെസ്റ്റിവൽസിന്റെ സമയമാണ്. ആൻഡ് നോട്ട് ഓൺലി ദാറ്റ്, ഈ ഫെസ്റ്റിവൽസ് മാത്രമല്ല, ഈ കാർത്തിക മാസം മുഴുവൻ തന്നെ ഒരു ഫെസ്റ്റിവൽ ആയിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. നമ്മൾ എന്താ പറയാറ്, DSF ആണ് എന്ന് പറയും, അതായത് ദാമോദർ ഷോപ്പിംഗ് ഫെസ്റ്റിവൽ ആണ് എന്ന് പറയും. അപ്പൊ നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നും ഒരേ കാര്യങ്ങൾ തന്നെ നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് കേട്ടോണ്ടിരിക്കുന്നു, എന്താണ് ഇങ്ങനെ വെറുതെ റിപ്പീറ്റഡ് ആയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത്. സ്ക്രിപ്റ്റേഴ്സില്, ശാസ്ത്രങ്ങളിൽ പറയുന്നത് എന്താണ്, കലിയുഗത്തില് ആൾക്കാർക്ക് വളരെ ബുദ്ധി കുറവാണെന്ന്. അതായത് പ്രായേണ അല്പായുഷ സഭ്യ കലൗ അസ്മിൻ യുഗേ ജനാഹ മന്ദ സുമന്ദ മതയോ മന്ദ ഭാഗ്യാഹി ഉപദ്രുതഃ. എന്താ പറഞ്ഞ, പ്രായത്തില് അല്പ ആയുസ്സായിരിക്കും. വേറെന്താ പറഞ്ഞിരിക്കുന്നത്, മന്ദ അധികം ബുദ്ധി ഉണ്ടാവില്ല, സ്ലോ ആയിരിക്കും. സുമന്ദ മതയോ മന്ദഭാഗ്യ ഭാഗ്യവും കുറവായിരിക്കും. ഉപദ്രുതഃ എന്ന് പറഞ്ഞാൽ ഓൾവേസ് ഡിസ്റ്റർബ്, എപ്പോഴും മനസമാധാനം ഉണ്ടാവില്ല. അങ്ങനത്തെ ആൾക്കാരാണ് നമ്മൾ. അതുകൊണ്ടാണ് ഇപ്പൊ ഭഗവത്ഗീത എടുത്തു കഴിഞ്ഞാലും ഭാഗവതം എടുത്തു കഴിഞ്ഞാലും പല കാര്യങ്ങളും ഭഗവത്ഗീതയിൽ ഭഗവാൻ റിപ്പീറ്റഡ് ആയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഭക്തിയുടെ കാര്യങ്ങളെ കുറിച്ച് റിപ്പീറ്റഡ് ആയി പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ ശ്രീമദ് ഭാഗവതത്തിൽ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ ഡിവോട്ടീസും വീണ്ടും 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 ഭഗവാന്റെ ലീലകളെ കുറിച്ചും ഭക്തിയെ കുറിച്ചും വീണ്ടും വീണ്ടും സംസാരിക്കുന്നുണ്ട്. കാരണം എന്താണ്, അവർക്കറിയാം കലിയുഗത്തിലുള്ള ആൾക്കാർക്ക് വളരെ മെമ്മറി, ഷോർട്ട് മെമ്മറിയാണ്, അവർക്ക് പെട്ടെന്ന് മറന്നു പോകുന്നു. അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും ഒരേ കാര്യം പലതവണയായിട്ട് പല സ്ഥലങ്ങളിലായിട്ട് ഭഗവാനും ഭഗവാന്റെ ഡിവോട്ടീസും റിപ്പീറ്റഡ് ആയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനി ഒരു ഫെസ്റ്റിവൽ സെലിബ്രേറ്റ് ചെയ്യുമ്പോൾ അതിൽ 3 ആസ്പെക്ട്സ് ഉണ്ട് നമുക്ക് കണക്കാക്കേണ്ടത്. ആദ്യത്തെ ആസ്പെക്ട് റിലീജിയസ്, അതായത് പരമ്പര. എൻ്റെ അമ്മ ഓണം സെലിബ്രേറ്റ് ചെയ്യും, അതുകൊണ്ട് എൻ്റെ വീട്ടിൽ ഓണം സെലിബ്രേറ്റ് ചെയ്യാറുണ്ട്, അതുകൊണ്ട് ഞാനും ഓണം സെലിബ്രേറ്റ് ചെയ്യുന്നു. അതാണ് ഒരു ആസ്പെക്ട്. ഏത് ഫെസ്റ്റിവൽ എടുത്താലും ഈ 3 ആസ്പെക്ട് നമുക്ക് കാണാൻ പറ്റും. ആദ്യത്തെ എന്താണ്, പരമ്പര. ഞങ്ങൾ ചെയ്യുന്നു, എൻ്റെ ആൻസിസ്റ്റേഴ്സ് എല്ലാവരും ചെയ്തിട്ടുണ്ട്, മുൻ തലമുറകൾ ചെയ്തു, അപ്പൊ ഞാനും ഈ ചെയ്യുന്നു. അപ്പൊ എന്താണ് അതിൽ നമുക്ക് കിട്ടുന്നത്, എനിക്ക് സന്തോഷം. അതാണ് ആദ്യത്തെ ലെവൽ. നമ്മളത് 3 ആസ്പെക്ട് ഉണ്ട്. ഇപ്പൊ ഞാൻ 5 ഫെസ്റ്റിവലിനെ കുറിച്ച് സംസാരിച്ചു. ഞാൻ പിന്നെ പറഞ്ഞു ഭാഗവതത്തിലും ഭഗവത്ഗീതയിലും റിപ്പീറ്റഡ് ആയിട്ട് പല കാര്യങ്ങളും പറയുന്നത് എന്തുകൊണ്ടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ കലിയുഗത്തിൽ നമ്മൾ പെട്ടെന്ന് മറന്നുപോകും, അതുകൊണ്ടാണ്. അപ്പൊ ഈ ഫെസ്റ്റിവൽസിന്റെ 3 ആസ്പെക്ട് എന്താണെന്നാണ് ഞാൻ പറയുന്നത്. ആദ്യത്തത് പരമ്പര. എൻ്റെ പൂർവികർ എല്ലാവരും സെലിബ്രേറ്റ് ചെയ്തു, അതുകൊണ്ട് ഞാനും സെലിബ്രേറ്റ് ചെയ്യുന്നു. അത് ഞങ്ങൾക്ക് ഒത്തുകൂടാനുള്ള ഒരു അവസരമാണ്, അത് എനിക്ക് സന്തോഷം നൽകുന്നു. അതാണ് ആദ്യത്തെ ലെവൽ. രണ്ടാമത്തെ ലെവൽ സ്പിരിച്വൽ അല്ലെങ്കിൽ ആധ്യാത്മികം എന്ന് പറയുന്നത്, ഓക്കെ ഭഗവാന് വിളക്ക് വെച്ചു, ഭഗവാന് വേണ്ടി സമർപ്പിച്ചു എന്ന് പറയുമ്പോൾ, അതായത് ഒരു ലിറ്റിൽ ഇമ്പോർട്ടൻസ് ടു ദ ലോർഡ് കൂടെ കൊടുക്കുന്ന സമയത്ത് അതെന്തായി, ആധ്യാത്മികമായി, സ്പിരിച്വലായി. അപ്പൊ ആദ്യം ഞാൻ പറഞ്ഞത് റിലീജിയസ്, അതായത് പരമ്പര, മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ അത് കണ്ടിന്യൂ ചെയ്യുന്നു. രണ്ടാമത്തെ ആസ്പെക്ട് ഞാൻ പറഞ്ഞത് സ്പിരിച്വൽ, ആധ്യാത്മികം, അതായത് കുറച്ചൊരു ഇമ്പോർട്ടൻസ് ആ ദിവസങ്ങളിൽ നമ്മൾ ഭഗവാന് കൊടുക്കുന്നു. അപ്പൊ അത് സ്പിരിച്വലായി. ഇനി മൂന്നാമത്തത് എന്താണ്, ഡിവോഷണൽ, ഭക്തിമയം. ഞാൻ ഈ ചെയ്യുന്നത് ഭഗവാന്റെ സംതൃപ്തിക്ക് വേണ്ടിയിട്ടും സന്തോഷത്തിനും വേണ്ടി മാത്രമാണ് എന്നുള്ള ലെവലാണ് മൂന്നാമത്തത്. അപ്പൊ നമുക്ക് ഈ 3 ടൈപ്പിലും ഫെസ്റ്റിവൽസ് ആഘോഷിക്കാം. പക്ഷേ ഈ മൂന്നാമത് പറഞ്ഞ ഈ ഭക്തിയുടെ തലത്തിലുള്ള ആഘോഷമാണ് ശരിക്കും നമ്മൾ സന്തോഷിക്കാൻ പോകുന്നത്. അത് സന്തോഷമല്ല, ആനന്ദമായിരിക്കും. ആ ആനന്ദത്തിന് എന്താണ്, സന്തോഷം എന്ന് പറയുന്നത് വളരെ ക്ഷണികമായ ഒരു കാര്യമാണ്. ഇപ്പൊ സന്തോഷം വന്നു, എന്തെങ്കിലും ഒരു ചെറിയ കാര്യം വന്ന് നമ്മുടെ സന്തോഷം പോയി. പക്ഷെ
ആനന്ദം എന്ന് പറയുന്നത് ഭഗവാന്റെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ കിട്ടുന്ന ആ ആനന്ദം അത് എന്നും നിലനിൽക്കും. ഇപ്പൊ നമ്മളൊരു അമ്പലത്തിലൊരു ദർശനം പോയി, നമ്മൾ വളരെ ആഗ്രഹിച്ചിട്ട് നമുക്ക് ദർശനം കിട്ടിയ ഒരു സ്ഥലമാണെന്ന് വിചാരിക്കൂ. എന്നും നമ്മൾ അത് ആലോചിക്കുമ്പോൾ നമുക്ക് ആ സംതൃപ്തി, ആനന്ദം നമുക്ക് അനുഭവിക്കാൻ പറ്റും. ആൻഡ് ഇനി കാർത്തിക മാസത്തിന്റെ കുറച്ച് ഇമ്പോർട്ടൻസും കൂടെ പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കാം, അധികം സമയം എടുക്കുന്നു. ഹരേ കൃഷ്ണ. അപ്പൊ കാർത്തിക മാസത്തിൽ പ്രഭു ഓൾറെഡി പറഞ്ഞു, പത്മപുരാണത്തിലും സ്കന്ദ പുരാണത്തിലും പറഞ്ഞിട്ടുണ്ട്. കാർത്തിക മാസത്തില് നമ്മൾ എന്ത് ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിലും അതിന് 10 മടങ്ങ് ബെനിഫിറ്റ് നമുക്ക് കിട്ടും എന്നുള്ളത്. അതേപോലെ തന്നെ പത്മപുരാണത്തിൽ പറഞ്ഞിരിക്കുന്ന വേറൊരു കാര്യമാണ്, അതായത് നമ്മൾ കാർത്തിക മാസം ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, ആഘോഷിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ യമദൂതന്മാര് ഒരിക്കലും നമ്മുടെ അടുത്തേക്ക് വരില്ല. അതിന്റെ അർത്ഥം എന്താണ്? നമ്മളെ വിഷ്ണുദൂതന്മാര് കൊണ്ടുപോകും. അപ്പൊ വിഷ്ണുദൂതന്മാരെ എങ്ങടാ കൊണ്ടുപോവുക? വൈകുണ്ഠത്തിലേക്കാണ് കൊണ്ടുപോവുക. അപ്പൊ അതാണ് ഒരു ബെനിഫിറ്റ് കാർത്തിക മാസം ആചരിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ. ആൻഡ് സാധാരണ നമ്മളൊരു പുണ്യപ്രവൃത്തി ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ഒരു ലൈഫ് ടൈമിന് മാത്രം, ഒരു ആയുസ്സിന് മാത്രമേ നിലനിൽക്കുകയുള്ളൂ. അതേസമയം നമ്മൾ കാർത്തിക മാസത്തിൽ എന്തെങ്കിലും കാര്യങ്ങൾ ഭഗവാന് വേണ്ടിയിട്ട് ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മളുടെ 100 ജന്മങ്ങളിലേക്ക് അത് നിലനിൽക്കും. ഇനി എന്തൊക്കെ നമ്മൾ മിസ്റ്റേക്സ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിലും ഈ മാസത്തിൽ നമ്മൾ ഭഗവാന്റെ അടുത്ത് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഭഗവാൻ നമുക്ക് മാപ്പ് തരും. പിന്നെ വേദങ്ങളിൽ പറഞ്ഞിരിക്കുന്ന 1000 യജ്ഞങ്ങൾ ചെയ്തതിന്റെ ഫലമാണ് നമ്മൾ കാർത്തിക മാസം ആചരിക്കുകയും ഭഗവാൻ ദാമോദരന് ഒരു നെയ്വിളക്ക് കാണിക്കുകയും ദാമോദരാഷ്ടകം ചൊല്ലുകയും ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ എല്ലാ പാപങ്ങളും നശിച്ചു പോവാനും നല്ലൊരു ജീവിതം, അത് മെറ്റീരിയൽ ആയാലും സ്പിരിച്വൽ ആയാലും നമുക്ക് കിട്ടാനും ഇടയാക്കുന്നു. ഇനി ഞാൻ പറയാൻ പോകുന്നത് 6 ചെറിയ കാര്യങ്ങൾ ഭഗവാൻ രാധാ ദാമോദരന്റെ പ്രീതിക്കായി നമ്മൾക്ക് കാർത്തിക മാസത്തിൽ ചെയ്യാൻ പറ്റുന്നതാണ്. വളരെ സിമ്പിൾ, നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. എല്ലാവരും ചെയ്യണം, ശ്രമിക്കണം. ആദ്യത്തെ കാര്യം, നെയ്വിളക്ക് കത്തിക്കുക. ദാമോദര ഭഗവാന് ദാമോദര അഷ്ടകം ചൊല്ലി നെയ്വിളക്ക് കാണിക്കുക. 2, തുളസി ദേവിക്ക് വിളക്ക് കാണിക്കുക. ഞാൻ ജസ്റ്റ് ഇപ്പൊ പറഞ്ഞു, വൃന്ദാദേവിയുടെ എക്സ്പാൻഷൻ ആണ് തുളസി ദേവി മെറ്റീരിയൽ വേൾഡില്. അപ്പൊ തുളസി ദേവിക്ക് വെള്ളം നനയ്ക്കുക, വിളക്ക് കാണിക്കുക. 3, ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കുക. ഇപ്പൊ മണ്ഡലാൽ പ്രഭു പറഞ്ഞതേ ഉള്ളൂ, ഈ കലിയുഗത്തിൽ പറഞ്ഞിരിക്കുന്നത് ഹരി കീർത്തനമാണ്. പ്രഭു ഓൾറെഡി മഹാമന്ത്രത്തിന്റെ ഇമ്പോർട്ടൻസ് ഓൾറെഡി പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് എല്ലാവരും ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കുക. ജപിക്കുന്നവര് നമ്പർ കൂട്ടുക. ഇനി 4, ശ്രീമദ് ഭാഗവതം ഭഗവത്ഗീത വായിക്കുക. ഈ മാസത്തിൽ ശരിക്കും പറഞ്ഞിരിക്കുന്നത് ഭഗവത്ഗീത 12ാം അധ്യായവും ശ്രീമദ് ഭാഗവതത്തിലെ 10ാമത്തെ ഖണ്ഡവുമാണ് വായിക്കേണ്ടത്. കുറഞ്ഞ പക്ഷം ചതുശ്ലോകി ഭാഗവതം ഭഗവത്ഗീതയെങ്കിലും വായിക്കുക. അത് ചതുശ്ലോകി, അതായത് 4 8 ശ്ലോകേ ഉള്ളൂ. 2-4 മിനിറ്റ് എടുക്കുള്ളൂ അത് വായിക്കാൻ വേണ്ടിയിട്ട്. ആൻഡ് 5ാമത്തെ കാര്യം, പ്രസാദം മാത്രം കഴിക്കുക. കുറഞ്ഞ പക്ഷം സസ്യബുക്കെങ്കിലും ആവുക ഈ മാസം. 6, ദാനം ചെയ്യുക. ഇപ്പൊ അറിയാം, ഈ കോവിഡ് വന്നതിന് ശേഷം ക്ഷേത്രങ്ങളിലൊന്നും ആരും പോകുന്നില്ല. നമുക്ക് പറ്റാവുന്ന പോലെ ക്ഷേത്രങ്ങളെ പിന്തുണയ്ക്കുക. അപ്പൊ ഈ മാസത്തില് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്താണ്, നമുക്ക് 100 മടങ്ങ് കൃപ കൂടുതൽ ലഭിക്കും ഭഗവാന്റെ. അതുപോലെ തന്നെ പൂർവികർക്കെല്ലാം മോചനം ലഭിക്കുകയും ഇനി വരുന്ന 7 തലമുറയ്ക്ക് പ്രയോജനം ചെയ്യുകയും ചെയ്യും. അപ്പൊ അതിനാൽ ഈ മാസം നമ്മൾ പരമാവധി പ്രയോജനപ്പെടുത്തുകയും നമ്മളാൽ കഴിയാവുന്ന ഈ ചെറിയ 5-6 കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്യാം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി, താങ്ക് യു. വളരെ ഡീറ്റെയിൽ ആയിട്ട് കാർത്തിക മാസത്തെ കുറിച്ച് പറഞ്ഞു. നമ്മൾ ഡോക്ടർ ജിയുടെ അടുത്തേക്ക് വരുന്നതിന് മുമ്പിട്ട് റിപ്പീറ്റേഷന്റെ കാര്യം പറഞ്ഞു. ശ്രീമദ് മഹാഭാഗവതത്തില് പ്രഥമസ്കന്ധം അധ്യായം 8 കുന്തി സ്തുതി പറയും. കുന്തി സ്തുതിക്കുന്നുണ്ട്, കുന്തിദേവി ഭഗവാനെ സ്തുതിക്കുന്നു. അപ്പം ശ്ലോകം വരുമ്പോൾ 19ാമത്തെ ശ്ലോകമാണെങ്കിലും കുന്തിദേവി സ്തുതിക്കുന്നതിന്റെ 2ാമത്തെ ശ്ലോകമാണത്. മായാ ജവനിക ആച്ഛന്നം അജ്ഞ അഘോഷജം അവ്യയം നരക്ഷ്യസേ മൂഢദൃശ നടോ നാട്യധരോ യഥാ. മായാ ജവനികാച്ഛന്നം അജ്ഞ അഘോഷജം അവ്യയം നരക്ഷ്യസേ മൂഢദൃശ നടോ നാട്യധരോ യഥാ. കുന്തിദേവി ഭഗവാന്റെ അടുത്ത് പറയുകയാണ്, പരിമിതമായ ഇന്ദ്രിയദൃഷ്ടിക്ക് അതീതനാകയാൽ മായയുടെ യവനികയാൽ മൂടപ്പെട്ട
നിത്യ അഗർഹ്യ ഘടകമാണ് അങ്ങ്. ഒരു നടൻ എന്ന വ്യക്തിയെ കഥാപാത്രത്തിൽ നിന്നും വേർതിരിച്ചറിയാൻ നിരീക്ഷകർക്ക് കഴിവില്ലാത്തതുപോലെ, മൂഢന്മാർക്ക് കഴിവില്ലാത്തതുപോലെ അങ്ങ് വിഡ്ഢിയായ വീക്ഷകന് അദൃശ്യനാകുന്നു. ബുദ്ധിദേവി ഇവിടെ ഭഗവാനെ പറ്റി റിയലൈസ് സംസാരിക്കുന്നതാണ്. ഇതിന്റെ റിപ്പീറ്റേഷൻ ഭഗവത്ഗീതയിൽ ഭഗവാൻ തന്നെ പറയുന്നു, അവിജാനന്തിമാ മൂഢ മാനുഷം തനുമാശ്രിതം പരം ഭാവമജാനന്ദു മമ ഭൂതമഹേശ്വരം. അവിജാനന്ദമാ മൂഢ, ദ റാസ്കൽസ്, മൂഢന്മാർക്ക് എന്റെ സച്ചിദാനന്ദ സ്വരൂപമായ ആ ശരീരത്തെ പറ്റി അറിയില്ല, രൂപത്തെ പറ്റി അറിയില്ല. ഞാൻ വെറും ഒരു മനുഷ്യനാണെന്ന് മൂഢന്മാർ ധരിക്കുന്നു. ഇവിടെയെല്ലാം റിപ്പീറ്റഡ് ആയിട്ട് പറയുന്നത് നമ്മുടെ ഹൃദയത്തിലേക്ക് ഭഗവാനെ കുറിച്ച് അടിച്ചുറപ്പിച്ചു വെച്ച് ഭഗവാനുള്ള അചഞ്ചലമായ വിശ്വാസം, ഈശ്വര പരമകൃഷ്ണ സച്ചിദാനന്ദ വിഗ്രഹ അനാദിരാതിർ ഗോവിന്ദ സർവകാരണ കാരണം. ബ്രഹ്മാവ് വീണ്ടും ഭഗവാനെ സ്തുതിക്കുന്നതാണ്. എല്ലാ കാരണങ്ങൾക്കും കാരണഭൂതനായ ഭഗവാനെ കൃഷ്ണ ഗോവിന്ദ ഞാൻ അങ്ങയെ പ്രണമിക്കുന്നു. ഹരേ കൃഷ്ണ. ഡോക്ടർ ജി, കാർത്തിക മാസത്തിലെ മെസ്സേജുമായിട്ട് ഡോക്ടർ ജി. ഹരേ കൃഷ്ണ. എല്ലാം കേൾക്കുന്നുണ്ട്, എല്ലാം ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്. കാർത്തിക മാസത്തിൽ നമ്മളെല്ലാവരും ആത്മാർത്ഥമായിട്ടിരുന്ന് ഒരു ഭക്തിസാന്ദ്രമായ അന്തരീക്ഷം ഉണ്ടാക്കുന്നതിൽ വളരെ സന്തോഷം. അതില് സ്മിതാജിയുടെ ഇപ്പൊ തന്ന സന്ദേശങ്ങൾ വളരെ പ്രധാനപ്പെട്ടതും പ്രയോജനമുള്ളതുമാണ്. അത് വീണ്ടും കേൾക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു. ദിവ്യാജി, അവിടുന്ന് കീർത്തനം ആരെങ്കിലും ഉണ്ടോ പാടാൻ? ഹരേ കൃഷ്ണ. നിരഞ്ജന, നിരഞ്ജന പാടുവോ? റെഡി ആണോ? ഹരേ കൃഷ്ണ. ഓക്കെ, സ്റ്റാർട്ട് ചെയ്തോളൂ. ഗോപാല ഗോപാല ശ്യാമ ഗോപാല, ഗോപാല ഗോപാല ശ്യാമ ഗോപാല, ഗോപാല ഗോപാല ശ്യാമ ഗോപാല, ഗോപാല ഗോപാല ശ്യാമ ഗോപാല, മുരളി ഗാനലോല ഗോപി ഗോപാല, മുരളി ഗാനലോല ഗോപി ഗോപാല, മുരളി ഗാനലോല ഗോപി ഗോപാല, മുരളി ഗാനലോല ഗോപി ഗോപാല, ഗോപാല ഗോപാല ശ്യാമ ഗോപാല, ഗോപാല ഗോപാല, മുരളി ഗാനലോല ഗോപി ഗോപാല, മുരളി ഗാനലോല ഗോപി ഗോപാല. ഓ ദേവകി നന്ദന സുന്ദര വേണുഗോപാല, ദേവകി നന്ദന സുന്ദര വേണുഗോപാല, ദേവകി നന്ദന സുന്ദര വേണുഗോപാല, ദേവകി നന്ദന സുന്ദര വേണുഗോപാല, രാധേ 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 ഗോപാല, ഓ രാധേ 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 ഗോപാല, ഗോപാല ഗോപാല ശ്യാമ ഗോപാല, ഗോപാല ഗോപാല ശ്യാമ ഗോപാല, മുരളി ഗാനലോല ഗോപി ഗോപാല, മുരളി ഗാനലോല ഗോപി ഗോപാല, ദേവകി നന്ദന സുന്ദര വേണുഗോപാല, ദേവകി നന്ദന സുന്ദര വേണുഗോപാല, ഓ ദേവകി നന്ദന സുന്ദര വേണുഗോപാല, ദേവകി നന്ദന സുന്ദര വേണുഗോപാല, രാധേ 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 ഗോപാല,
രാധേ 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 ഗോപാല 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 ശ്യാമ ഗോപാല 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 ശ്യാമ ഗോപാല മുരളി ഗാനലോല ഗോപി ഗോപാല മുരളി ഗാനലോല ഗോപി ഗോപാല കൃഷ്ണ ഗോവിന്ദ ഗോവിന്ദ ഗോപാല കൃഷ്ണ ഗോവിന്ദ ഗോവിന്ദ ഗോപാല കൃഷ്ണ ഗോവിന്ദ ഗോവിന്ദ ഗോപാല ഓ കൃഷ്ണ ഗോവിന്ദ ഗോവിന്ദ ഗോപാല കൃഷ്ണ ഗോവിന്ദ ഗോവിന്ദ ഗോപാല ഓ കൃഷ്ണ ഗോവിന്ദ ഗോവിന്ദ ഗോപാല ജയ മുരളി മനോഹര നന്ദലാല മുരളി മനോഹര നന്ദലാല ജയ മുരളി മനോഹര നന്ദലാല ജയ മുരളി മനോഹര നന്ദലാല കൃഷ്ണ ഗോവിന്ദ ഗോവിന്ദ കൃഷ്ണ ഗോപാല ഗോവിന്ദ ഗോവിന്ദ ഗോപാല കൃഷ്ണ ഗോവിന്ദ ഗോവിന്ദ ഗോപാല ഓ കൃഷ്ണ ഗോവിന്ദ ഗോവിന്ദ ഗോപാല കൃഷ്ണ ഗോവിന്ദ ഗോവിന്ദ ഗോപാല ഓ കൃഷ്ണ ഗോവിന്ദ ഗോവിന്ദ ഗോപാല കൃഷ്ണ ഗോവിന്ദ ഗോവിന്ദ ഗോപാല ഓ കൃഷ്ണ ഗോവിന്ദ ഗോവിന്ദ ഗോപാല ജയ മുരളി മനോഹര നന്ദലാല ജയ മുരളി മനോഹര നന്ദലാല ജയ മുരളി മനോഹര നന്ദലാല ജയ മുരളി മനോഹര നന്ദലാല കൃഷ്ണ ഗോവിന്ദ ഗോവിന്ദ ഗോപാല ഓ കൃഷ്ണ ഗോവിന്ദ ഗോവിന്ദ ഗോപാല കൃഷ്ണ ഗോവിന്ദ ഗോവിന്ദ ഗോപാല ഓ കൃഷ്ണ ഗോവിന്ദ ഗോവിന്ദ ഗോപാല കൃഷ്ണ ഗോവിന്ദ ഗോവിന്ദ ഗോപാല ഓ 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 കൃഷ്ണ ഗോവിന്ദ ഗോവിന്ദ ഗോപാല ഹരേ കൃഷ്ണ. താങ്ക് യു, താങ്ക് യു, താങ്ക് യു. മുരളി ഗോപാല, വേണുഗോപാല, ഒരു പേരും കൂടെ മാത്രം ചേർത്തില്ല. കൃഷ്ണന്റെ കയ്യിൽ എത്ര ഓടക്കുഴലുണ്ട് അറിയുമോ? എത്ര തരത്തിലുള്ള ഓടക്കുഴലാണ് കൃഷ്ണന്റെ കയ്യിലുള്ളത്? ഒരെണ്ണം. പിന്നെന്തിനാ വേണുഗോപാൽ എന്ന് പറയുന്നത്? പിന്നെന്തിനാ മുരളി ഗോപാൽ എന്ന് പറയുന്നത്? ഇനി ഒരു പേരും കൂടെ പറയും, വംശി ഗോപാൽ. കൃഷ്ണന്റെ കയ്യില് 3 തരത്തിലുള്ള ഓടക്കുഴലുണ്ട്. ആ, പക്ഷേ കൃഷ്ണനെ വെണ്ണക്കള്ളൻ എന്തുകൊണ്ടാ പറയുന്നത്? വെണ്ണ മോഷ്ടിക്കുന്നത് കൊണ്ട് വെണ്ണക്കള്ളൻ എന്ന് പറയുന്നു, ഇല്ലേ? മക്കൻ ചോര എന്ന് പറയും, ഇല്ലേ? അപ്പം ഭഗവാനെ ഉരലിൽ പിടിച്ചു കെട്ടിയത് കൊണ്ട് ദാമം കയറ്, ഉദരം വയറ്. അപ്പൊ കയറ് കൊണ്ട് ആ ഉദരത്തെ ഉരലിനോട് ചേർത്ത് കെട്ടിയത് കൊണ്ട് ദാമോദരൻ എന്ന് പേര് വന്നു. അതുപോലെ വേണു എന്ന ഫ്ലൂട്ട് വായിച്ചത് കൊണ്ട് വേണുഗോപാൽ, മുരളി എന്ന ഫ്ലൂട്ട് വായിക്കുന്നുണ്ട് മുരളി ഗോപാൽ, വംശി എന്ന ഫ്ലൂട്ട് വായിക്കുന്നത് കൊണ്ട് വംശി ഗോപാൽ. ഭഗവാന്റെ കയ്യില് 3 തരത്തിലുള്ള ഫ്ലൂട്ട് ഉണ്ട്. അതായത് ഇത് ഓരോ സമയത്തും ഒരു പ്രത്യേക സമയമുണ്ട് ഇത് എടുക്കുന്നത്. ഭഗവാൻ പശുക്കളെ മേയ്ക്കാൻ പോകുമ്പം വേണു എന്ന ഫ്ലൂട്ട് എടുത്ത് വായിക്കും. കണ്ടില്ലേ ഗാനമേളക്കാരുടെ കയ്യിലൊക്കെ ഒരു വലിയ ബോക്സ് നിറയെ ഒരു 56 ഫ്ലൂട്ടുകൾ കാണും, ഒരേ രാഗത്തിലുള്ളത്, അല്ലേ? അപ്പം അതുപോലെ ഭഗവാന്റെ കയ്യിൽ മെയിനായിട്ട് 3 ഫ്ലൂട്ടുകൾ. പിന്നെ ഭഗവാൻ ഒറ്റയ്ക്ക് അങ്ങനെ ഇരിക്കുമ്പം എടുക്കുന്ന ഫ്ലൂട്ടാണ് വംശി. ഇനി ഭഗവാൻ ഗോപികമാരോടൊത്ത് പോകുമ്പോഴാണ് മുരളി എന്ന ഫ്ലൂട്ട് എടുക്കുന്നത്.
ഹരേ കൃഷ്ണ. വീണ്ടും കാർത്തിക മാസത്തിന്റെ സന്ദേശവുമായിട്ട് നമുക്ക് ജയപ്രകാശിന്റെ അടുത്തെത്താം. ജയപ്രകാശ് പ്രഭു, ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ദാമോദര മാസത്തിന്റെ മഹാത്മ്യങ്ങൾ പറഞ്ഞാലും തീരില്ല. ആ മഹാത്മ്യങ്ങൾ കേട്ടാലും മതി വരികയുമില്ല. കാരണം ഒരുപാട് ലീലകൾ ഈ മാസത്തിലാണ് നടന്നത്. ദാമോദര മാസത്തിൽ നമ്മളെല്ലാവരും ദാമോദര വ്രതം എടുക്കാറുണ്ട്. അതിന് ഊർജ വ്രതം എന്നാണ് പറയുന്നത്. രാധാറാണിയുടെ മറ്റൊരു പേരാണ് ഊർജേശ്വരി. നമ്മൾ നേരത്തെ പറഞ്ഞു കാർത്തിക മാസത്തിന്റെ അധിഷ്ഠാന ദേവത രാധാറാണിയാണ്. ഈ വ്രതം അനുഷ്ഠിക്കുന്നത് ഉത്തമമാണെന്ന് ആചാര്യന്മാർ പറയുന്നു. ഇത് വളരെ എളുപ്പവുമാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. എന്നാലും അതിൽ പ്രധാനമായത് ഒന്നാമത്തെ കാര്യം ബ്രഹ്മമുഹൂർത്തത്തിൽ എഴുന്നേറ്റ് സ്നാനം ചെയ്യുക എന്നതാണ്. ബ്രഹ്മമുഹൂർത്തം നമുക്കെല്ലാവർക്കും അറിയാം. സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് 1 മണിക്കൂർ മുമ്പ്. ആ ബ്രഹ്മമുഹൂർത്തത്തിൽ ആരാണോ എഴുന്നേറ്റ് സ്നാനം ചെയ്യുന്നത്, അത് പുഴയിലോ നദിയിലോ ഒക്കെ ആയാൽ വളരെ നല്ലത്, സ്നാനം ചെയ്യുന്നത്, ആ വ്യക്തിക്ക് ഒരുപാട് പുണ്യം ലഭിക്കും. എന്തുകൊണ്ടാണ് അങ്ങനെ പുണ്യം ലഭിക്കുന്നത്? ഇത് നമുക്ക് ഒന്ന് ചിന്തിക്കാം. ആചാര്യന്മാർ പറയുന്നത്, ഒരിക്കൽ ഒരു അസുരൻ ബ്രഹ്മാവിൽ നിന്നും വേദം മോഷ്ടിച്ചു. എന്നിട്ട് അത് ജലത്തിൽ ഉപേക്ഷിച്ചിട്ട് പോയി. ബ്രഹ്മാവും ദേവന്മാരും ആകെ ആശങ്കാകുലരായി. അവരെല്ലാവരും കൂടി ഭഗവാന്റെ സമീപം ചെന്ന് പരാതി പറഞ്ഞു. ഭഗവാന് കാര്യം മനസ്സിലായി, ഇത് ജലത്തിലുണ്ടെന്ന്. ഈ വേദങ്ങൾ വീണ്ടെടുക്കണമെന്ന് ബ്രഹ്മാവിൻ്റെയും ദേവന്മാരുടെയും അഭ്യർത്ഥന മാനിച്ച് ഭഗവാൻ ജലരൂപം എന്ന അവതാരം എടുക്കുകയാണ് ഈ മാസത്തിന്റെ പ്രത്യേകത. അങ്ങനെ ഭഗവാൻ ജലരൂപം എടുത്ത് വേദങ്ങൾ വീണ്ടെടുക്കുകയാണ്. കാഠ്മണ്ഡുവിൽ ഒരു ക്ഷേത്രമുണ്ട്, ബുധാനികണ്ഠ. അവിടെ ഒരു ക്ഷേത്രമുണ്ട്, ബുധാനികണ്ഠിലാണ്. അത് വിഷ്ണു ക്ഷേത്രമാണ്. അവിടെ വിഷ്ണുശായി എന്നാണ് പറയുന്നത്. ആ പ്രതിഷ്ഠ വെള്ളത്തിലാണ്, വെള്ളത്തിൽ കിടക്കുന്ന രൂപത്തിലാണ് വിഷ്ണു ഉള്ളത്. അത് കാണാനുള്ള ഭാഗ്യം ഞങ്ങൾക്കുണ്ടായിട്ടുണ്ട്. ഞാൻ മാത്രമല്ല, ഞങ്ങളുടെ കുടുംബവും സിസ്റ്ററും പ്രഹ്ലാദ് പ്രഭുവും ഒക്കെ അത് കണ്ടിട്ടുണ്ട്. അതിനെപ്പറ്റി കൂടുതൽ മനസ്സിലാക്കിയത് പിന്നീടാണ്. അത് വേറൊരു കഥ. എന്തായാലും ഭഗവാൻ ജലരൂപം എടുത്ത് വേദങ്ങൾ, ഋഷിമാർ ഓരോന്നൊന്നായി വേദങ്ങൾ ആവാഹിച്ചെടുത്ത് ഈ മാസമാണെന്ന് ആചാര്യന്മാർ പറയുന്നു. അതുകൊണ്ടാണ് ഈ സ്നാനത്തിന് ബ്രഹ്മമുഹൂർത്തത്തിലാണ് ആവാഹനം നടക്കുന്നത്. അതുകൊണ്ട് ഈ സ്നാനത്തിന് ഇത്ര പ്രാധാന്യം. ആ സമയത്ത് സ്നാനം ചെയ്യുന്നത് വലിയ പുണ്യം ലഭിക്കുമെന്ന് പറയുന്നു. എല്ലാവരും കാർത്തിക മാസത്തിലെ ദാമോദര വ്രതം അനുഷ്ഠിച്ച് ഭഗവാന്റെ കാരുണ്യത്തിന് പാത്രമാകാൻ അപേക്ഷിക്കുന്നു, യാചിക്കുന്നു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു ജയപ്രകാശ്, താങ്ക് യു. ബ്രഹ്മമുഹൂർത്തന്റെ വിശേഷതയെ പറ്റി, ജലത്തിന്റെ വിശേഷതയെ പറ്റി പറഞ്ഞു. ഹരേ കൃഷ്ണ. വീണ്ടും നമ്മൾ ഒരു കീർത്തനവുമായിട്ട് വിസ്മയ റെഡിയല്ലേ? ഹരേ കൃഷ്ണ. വിസ്മയ റെഡി ആവുമ്പോഴത്തേന് വീണ്ടും റെഡിയല്ലേ? പഠിക്കൂ. അച്യുതം കേശവം രാമനാരായണം കൃഷ്ണദാമോദരം വാസുദേവം ഹരേ
अच्युतं केशवं रामनारायणं कृष्णदामोदरं वासुदेवं हरे श्रीधरं माधवं गोपिकावल्लभं जानकीनायकं रामचन्द्रं भजे अच्युतं केशवं रामनारायणं कृष्णदामोदरं वासुदेवं हरे अच्युतं केशवं सत्यभामाधवं माधवं श्रीधरं राधिकाराधितम् अच्युतं केशवं रामनारायणं कृष्णदामोदरं वासुदेवं हरिम्. ഹരേ കൃഷ്ണ. താങ്ക് യു. അച്യുതം കേശവം പിന്നെന്താ? രാമനാരായണം. അച്യുതം, ചുതിയില്ലാത്തവനെ. ആ ഭഗവാനെ വിളിക്കുമ്പോൾ നമ്മുടെ എല്ലാ ചുതികളും പോയി അച്യുതൻ, നമുക്ക് ശ്രേഷ്ഠമായ അനുഗ്രഹം കിട്ടും. ഹരേ കൃഷ്ണ. വീണ്ടും നമ്മള് ദിവ്യാജി, അടുത്തത് ആരാണ് പാടാൻ ഉദ്ദേശിക്കുന്നത്? നമസ്തേ. ഹരേ കൃഷ്ണ. ശ്രീ കൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരി ഹേ നാഥ നാരായണ വാസുദേവ ശ്രീ കൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരി ഹേ നാഥ നാരായണ വാസുദേവ പിതമാത സ്വാമി सखा हमारे पितमात स्वामी सखा हमारे हे नाथ नारायण वासुदेव श्री कृष्ण गोविंद हरे मुरारी हे नाथ नारायण वासुदेव ठाकुर हमारे प्राणों से प्यारे तुम हो हमारे हम हैं तुम्हारे हे नाथ नारायण वासुदेव श्री कृष्ण गोविंद हरे मुरारी हे नाथ नारायण वासुदेव गैया चरैया माखन चोरैया गैया चरैया माखन चोरैया दीनों की नैया के तुम ही की भैया हे नाथ नारायण वासुदेव श्री कृष्ण गोविंद हरे मुरारी हे नाथ नारायण वासुदेव मेरु हे गोपाल मेरु गोविंद बोलो हरि गोपाल बोलो राधे रमण हरि गोविंद बोलो गोविंद बोलो हरि गोपाल बोलो तुमसे है धरती तुमसे है अंबर अग्नि पवन और सातों समंदर हे नाथ नारायण वासुदेव श्री कृष्ण गोविंद हरे मुरारी हे नाथ नारायण वासुदेव श्री कृष्ण गोविंद हरे मुरारी हे नाथ नारायण वासुदेव श्री कृष्ण गोविंद हरे मुरारी हे नाथ नारायण वासुदेव. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു. ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരി. ഈ നാഥ് എങ്ങനെ? രണ്ടാമത്തെ വരി നാഥ നാരായണ വാസുദേവ.
നാരായണവ. നാഥ് നമ്മുടെ എല്ലാം നാഥനാണ്, സംരക്ഷകനാണ്. ആ നാഥനെ നമ്മള് സാഷ്ടാംഗം പ്രണമിക്കുകയും സ്മരിക്കുകയും കീർത്തനം ചെയ്യുകയും വേണം. ഹരേ കൃഷ്ണ. സുമാരി, ചന്തു ഉണ്ടോ അവിടെ? ഹരേ കൃഷ്ണ. ഉണ്ട് പ്രഭു. ഓക്കെ ഓക്കെ, വിളിച്ചു. താങ്ക് യു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. സ്റ്റാർട്ട്. തുളസിക്കതിർന്നുള്ളിയെടുത്തു കണ്ണനൊരു മാലയ്ക്കായി പൊട്ടാത്ത നൂലിൽ കെട്ടി എന്നെന്നും ചാർത്താം ഞാൻ. തുളസിക്കതിർന്നുള്ളിയെടുത്തു കണ്ണനൊരു മാലയ്ക്കായി പൊട്ടാത്ത നൂലിൽ കെട്ടി എന്നെന്നും ചാർത്താം ഞാൻ. തുളസിക്കതിർന്നുള്ളിയെടുത്തു കണ്ണ 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 കണ്ണ. കാർവർണ്ണൻ തന്നുടെ മേനി കായാമ്പൂ പൂവിരിച്ചു കാണുമ്പോൾ കണ്ണിനെന്തൊരു ആനന്ദം പരവേശം. കാർവർണ്ണൻ തന്നുടെ മേനി കായാമ്പൂ പൂവിരിച്ചു കാണുമ്പോൾ കണ്ണിനെന്തൊരു ആനന്ദം പരവേശം. ആനന്ദം പരവേശം. കാർവർണ്ണൻ തന്നുടെ മേനി കായാമ്പൂ പൂവിരിച്ചു കാണുമ്പോൾ കണ്ണിനെന്തൊരു ആനന്ദം പരവേശം. ആനന്ദം പരവേശം. കണ്ണാ നീയാടിയ ലീലകൾ ഒന്നൂടെ ആടൂലേ. കണ്ണാ നീയാടിയ ലീലകൾ ഒന്നൂടെ ആടൂലേ. കണ്ണാ നീയാടിയ ലീലകൾ ഒന്നൂടെ ആടൂലേ. ഒന്നൂടെ ആടൂലേ. കണ്ണാ 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 കണ്ണാ. തുളസിക്കതിർന്നുള്ളിയെടുത്തു കണ്ണനൊരു മാലയ്ക്കായി പൊട്ടാത്ത നൂലിൽ കെട്ടി എന്നെന്നും ചാർത്താം ഞാൻ. തുളസിക്കതിർന്നുള്ളിയെടുത്തു കണ്ണ 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 കണ്ണ. ചന്തത്തിൽ കണ്ണെഴുതി ചന്ദന പൊട്ടും കുത്തി പൊന്മയിൽ പീലി കുത്തിയ കണ്ണാ നീ വിളയാടൂ. ചന്തത്തിൽ കണ്ണെഴുതി ചന്ദന പൊട്ടും കുത്തി പൊന്മയിൽ പീലി കുത്തിയ കണ്ണാ നീ വിളയാടൂ. ചന്തത്തിൽ കണ്ണെഴുതി ചന്ദന പൊട്ടും കുത്തി പൊന്മയിൽ പീലി കുത്തിയ കണ്ണാ നീ വിളയാടൂ. എന്നുള്ളിൽ വിളയാടൂ. കണ്ണാ നീയാടിയ ലീലകൾ ഒന്നൂടെ ആടൂലേ. കണ്ണാ നീയാടിയ ലീലകൾ ഒന്നൂടെ ആടൂലേ. കണ്ണാ നീയാടിയ ലീലകൾ ഒന്നൂടെ ആടൂലേ. ഒന്നൂടെ ആടൂലേ. കണ്ണാ 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 കണ്ണാ
കണ്ണാ കണ്ണാ തുളസിക്കതിർന്നുള്ളിയെടുത്തു കണ്ണനൊരു മാലയ്ക്കായി പൊട്ടാത്ത നൂലിൽ കെട്ടി എന്നെന്നും ചാട്ടാം ഞാൻ. തുളസിക്കതിർന്നുള്ളിയെടുത്തു കണ്ണനൊരു മാലയ്ക്കായി പൊട്ടാത്ത നൂലിൽ കെട്ടി എന്നെന്നും ചാട്ടാം ഞാൻ. തുളസിക്കതിർന്നുള്ളിയെടുത്തു കണ്ണാ 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 കണ്ണാ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ, ഹരേ കൃഷ്ണ. താങ്ക് യു. വളരെ മനോഹരമായിരിക്കുന്നു. തുളസി റാണിയുടെയും തുളസി പരിചരണത്തിൻ്റെയൊക്കെ ശ്രേഷ്ഠത സ്മിത മാതാജി പറഞ്ഞു. ഹരേ കൃഷ്ണ. ദിവ്യാജി, എന്തെങ്കിലും മെസ്സേജ് തരാനുണ്ടോ ഈ കാർത്തിക മാസത്തില്? എല്ലാ പ്രത്യേകം മാതിരി പ്രാവശ്യവും ചെയ്യാൻ പറ്റിയതിൽ വളരെ സന്തോഷം. പിന്നെ അതേ പറഞ്ഞ മാതിരി ഇപ്പൊ സ്മിത മാതാജി കുറെ കാര്യങ്ങൾ വീണ്ടും വീണ്ടും ഊന്നി പറയേണ്ടത് അത്യാവശ്യമാണ്. ഈ കലിയുഗത്തില് നമ്മൾക്ക് മെറ്റീരിയലിസ്റ്റിക് ആയിട്ട് നമ്മൾ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയ്ക്ക് ഇങ്ങനത്തെ ഒരു പോസ് ആൻഡ് ഒരു സ്റ്റോപ്പ് എപ്പോഴും ആവശ്യമാണ്. വളരെയധികം നന്ദിയുണ്ട് ഈ ഒരു പ്രോഗ്രാം അവതരിപ്പിച്ചതിന്. ഇവിടെ ഓൺലൈനായിട്ട് ചെയ്യാൻ പറ്റിയതിൽ വളരെ സന്തോഷം. നാട്ടിൽ നിന്ന് അങ്ങോട്ട് എല്ലാവർക്കും അറ്റൻഡ് ചെയ്യാൻ പറ്റി. അങ്ങനെ കുറെ പോസിറ്റീവ് വശങ്ങളുണ്ട് ഓൺലൈനായിട്ട് കാരണം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു, താങ്ക് യു. ഞാൻ ദിവ്യാജിയെ പ്രത്യേകം ശ്രദ്ധിച്ചത് രാമായണം നല്ല സുന്ദരമായിട്ട് വായിക്കും, വളരെ സരളമായിട്ട്. ഇതാ കുറയുന്ന ഒരാൾ ചിരിക്കുന്നു കേട്ടോ. മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ലെന്നുള്ളത് അല്ലേ? അങ്ങനെയാണ് ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളത്. താങ്ക് യു. ഹരേ കൃഷ്ണ. അപ്പം കാർത്തിക മാസത്തിന്റെ ഇനി ആരാണ് പാടാൻ ഉദ്ദേശിക്കുന്നത് ദിവ്യാജി? സമയമുണ്ടോ? അത് അല്ലെങ്കിൽ സാറില്ല, ഒരു പാട്ടുകൾ പാടാം തീർച്ചയായും. കൃഷ്ണ നീ വേഗനേ വരോ, 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 കൃഷ്ണ നീ വേഗനേ വരോ, 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 കൃഷ്ണ നീ വേഗനേ വരോ, വേഗനേ വരോ, മുഖവന്ന തോരോ, വേഗനേ വരോ, മുഖവന്ന തോരോ, വേഗനേ വരോ, മുഖവന്ന തോരോ, വേഗനേ വരോ, മുഖവന്ന തോരോ, കൃഷ്ണ നീ വേഗനേ വരോ, 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 കൃഷ്ണ നീ വേഗനേ വരോ, കാശി പീതാംബര കയ്യല്ലി കോലലോ, കാശി പീതാംബര കയ്യല്ലി കോലലോ, ഉഷിത
ഗന്ധമയ്യൽനി ഗമുമാ ഉഷിത ശ്രീ ഗന്ധമയ്യൽനി ഗമുമാ കൃഷ്ണാനി ബേഗനി ബാരോ 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 കൃഷ്ണാനി ബേഗനി ബാരോ തായി ദേവായല്ലി ജഗവന്ന തോരിദോ തായി ദേവായല്ലി ജഗവന്ന തോരിദോ ജഗദോദാരക നമ ഉടുപ്പി ശ്രീ കൃഷ്ണ ജഗദോദാരക നമ ഉടുപ്പി ശ്രീ കൃഷ്ണ കൃഷ്ണ ഗതി ബാരോ 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 കൃഷ്ണ ഗതി ബാരോ ഹരേ കൃഷ്ണ. താങ്ക് യു. ഹരേ കൃഷ്ണ. താങ്ക് യു. വളരെ മനോഹരമായിട്ട് പാടി. ഭഗവാൻ അറിയാതെ ഭഗവാൻ അവിടുന്ന് ഇറങ്ങി വരും. അതാണ് ഭഗവാൻ. നമ്മുടെ മധുരമായ ശബ്ദം കൊണ്ട് ഭഗവാൻ അരിഞ്ഞ് അങ്ങ് ഇല്ലാതാകും. ഈ കാർത്തിക മാസത്തിലും അതാണ് നമുക്ക് വേണ്ടത്. നമുക്ക് ദാമോദരാഷ്ടകത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് അപ്പം ഇനിയാണ് പ്രധാന മുഹൂർത്തത്തിലേക്കാണ് നമ്മൾ എത്തുന്നത്. ഈ കാർത്തിക മാസത്തിന്റെ പ്രത്യേകതയും അതുതന്നെയാണ്. വിസ്മയ, ദാമോദരാഷ്ടകം ചെല്ലാൻ റെഡിയാണോ? റെഡിയാണോ ചോദിച്ചേ? ആണോ? ആണോ? കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. ഓക്കെ, ഹരേ കൃഷ്ണ. കേൾക്കുന്നുണ്ട്. അപ്പം അഷ്ടകം ചൊല്ലുന്നതിന് മുമ്പായിട്ട് ദാമോദരാഷ്ടകത്തിന്റെ പ്രാധാന്യത നമുക്കറിയാം. നമ്മൾ അഷ്ടകം ചൊല്ലാൻ പോവുകയാണ്. അഷ്ടകം ചൊല്ലുന്ന സമയത്ത് എല്ലാവരും വിപിൻ പ്രഭുവിന്റെയും ദീപ്തി മാതാജിയുടെയും വീട്ടിലേക്കും ദിവ്യ മാതാജിയുടെയും ഗിരീഷ് പ്രഭുവിന്റെയും വീട്ടിലേക്കുമാണ് നമ്മൾ എത്തുന്നത്. അപ്പം ഇവിടെ ഭഗവാന്റെ പാദകമലങ്ങളിൽ നിന്ന് നെയ്വിളക്ക് മുഖകമലത്തിലേക്ക് ക്ലോക്ക് വൈസ് 3-4 പ്രാവശ്യം ആരതി ചെയ്യുക. അഷ്ടകം ചൊല്ലുമ്പോൾ റിപ്പീറ്റേഷൻ ഇല്ല, കണ്ടിന്യൂസ് ആയിട്ടാണ്. 1, 2, 3, 4. ഓക്കെ, ഹരേ കൃഷ്ണ. അപ്പം റെഡിയല്ലേ? ഓക്കെ, ശരി. അപ്പം നെയ്വിളക്ക് ഭഗവാന്റെ മുന്നിൽ. അപ്പൊ ഈ കാർത്തിക മാസത്തില് ഇവിടെ സന്നിഹിതരായിരിക്കുന്ന എല്ലാവർക്കും, അതുപോലെ നമ്മളെ ക്ഷണിച്ച ഈ ഭവനത്തിലുള്ളവർക്കും, ദീപ്തി മാതാജി വിപിൻ പ്രഭുവിന്റെ വീട്ടിലുള്ളവർക്കും ഗിരീഷ് പ്രഭു ദിവ്യ മാതാജി വീട്ടിലുള്ളവർക്കും വേണ്ടിയിട്ട് നമ്മൾ 3 പ്രാവശ്യം ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കാം. ഈ കാർത്തിക മാസത്തിൽ ഭഗവാന്റെ എല്ലാ ഐശ്വര്യങ്ങളും ഈ ഭവനത്തിൽ ഉണ്ടാകട്ടെ, ഒപ്പം നമുക്കും ഉണ്ടാകട്ടെ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഓക്കെ, തുടങ്ങാം. സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ.
नमामीश्वरं सच्चिदानन्दरूपं लसत्कुण्डलं गोकुले विराजमानं यशोदाभियोगकलादवमानं
ഹരി. താങ്ക് യു. ഹരേ കൃഷ്ണ. നമ്മൾ കൗണ്ട് ഡൗൺ സ്റ്റാർട്ട് ചെയ്യുകയാണ്. എല്ലാവർക്കും വീണ്ടും വീണ്ടും ശ്രീകൃഷ്ണ ഭഗവാന്റെ ദാമോദര ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. തീർച്ചയായും ഞങ്ങള് ഉടനെ തന്നെ എല്ലാവരുടെയും ഭവനങ്ങളിൽ ദാമോദര ഭഗവാന്റെ ഗിഫ്റ്റുമായിട്ട് സന്ദർശിക്കുന്നതായിരിക്കും. ഹരേ കൃഷ്ണ. വിപിൻ പ്രഭു, വിസ്മയ ദീപ്തി മാതാജി, ഹരേ കൃഷ്ണ. എവിടെ ദിവ്യാശി? ഹരേ കൃഷ്ണ. ഇന്ന് നമ്മുടെ ഹോസ്റ്റാണ് ഈ കാണുന്ന രണ്ട് ഗൃഹത്തിലുള്ളവർ. ഓക്കെ, ഹരേ കൃഷ്ണ. വൈഷ്ണവി ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ദിവ്യാജി ഹരേ കൃഷ്ണ. ഗിരീഷ് ജി ഹരേ കൃഷ്ണ. ദീപ്തിജി ഹരേ കൃഷ്ണ. വിപിൻജി ഹരേ കൃഷ്ണ. വിസ്മയ ഹരേ കൃഷ്ണ. അടുത്തതിന് അഷ്ടകം ചെല്ലാൻ റെഡിയായിട്ടിരിക്കുക. ഹരേ കൃഷ്ണ. നമ്മൾ വീണ്ടും കാണാം. നാളെ ഉണ്ട്. പ്രധാനമായിട്ടും വെള്ളിയാഴ്ച മിസ്സാവരുത്. ഹരേ കൃഷ്ണ. എല്ലാവരും സന്നിഹിതരായിരിക്കണം. ലിങ്ക് അയച്ചു തരാം. ഒരിക്കൽ കൂടി ദാമോദര ഭഗവാന്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് 3 പ്രാവശ്യം പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ കൗണ്ട് ഡൗൺ സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. അപ്പോൾ നമ്മൾ കൗണ്ട് ഡൗൺ സ്റ്റാർട്ട് ചെയ്യണം. വിസ്മയ. ഓക്കെ. 5 4 3 2 1 0 ഡിം. ഹരേ കൃഷ്ണം. ആരതിയുമായിട്ട് നാളെ നമുക്ക് വീണ്ടും കാണാം. ഹരേ കൃഷ്ണ. ഒരു മിനിറ്റ്. ദിയാദി, എന്തെങ്കിലും എനിക്ക് ഈ സ്പെഷ്യൽ മെസ്സേജ് എന്തെങ്കിലും ഉണ്ടോ? ദിവ്യാജി മ്യൂട്ടാണ്. എന്തെങ്കിലും മെസ്സേജ് ഉണ്ടോ? അപ്പൊ വളരെ ഭംഗിയാക്കി ഈ ഒരു ദാമോദരാത്തി ചെയ്യാൻ പറ്റിയതിൽ എല്ലാവർക്കും വളരെയധികം നന്ദിയുണ്ട്. അടുത്ത കൊല്ലം നമുക്ക് നേരത്തെ തന്നെ വീട്ടിൽ വന്നിട്ട് തന്നെ ചെയ്യാൻ പറ്റുന്ന തീർച്ചയായിട്ടും വളരെ വിപുലമായിട്ട് നമുക്ക് ചെയ്യാം. വിപിൻ പ്രഭു, എന്തെങ്കിലും ഉണ്ടോ പറയാൻ? മെസ്സേജസ്? ഒന്നുമില്ല പ്രഭു. തീർച്ചയായിട്ടും വാമഭാഗത്തിന് കാണും. ഹരേ കൃഷ്ണ. ഉണ്ടോ? ഹരേ കൃഷ്ണ. താങ്ക് യു. ഞങ്ങള് ആളിനെ വിടാം, സൊമാറ്റോയെ വിടാം, കൊടുത്തു വിട്ടാൽ മതി കേട്ടോ. ഹരേ കൃഷ്ണ. താങ്ക് യു. ഓക്കെ. 5 4 3 2. ഗിരീഷ് ജി ഹരേ കൃഷ്ണ. 5 4 3 2 1 0 ഡിം.